ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ അടുത്തതായിട്ട് എക്സസൈസ് 1.1 കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ഇത് പാർട്ട് 4 ആണ് റാഷണൽ നമ്പേഴ്സിന്റെ. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് ഫൈൻഡ് ദ വാല്യൂ. അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ എന്ത് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ടേംസ് നമ്മൾ കണ്ടെത്തണം, എത്ര ടേംസ് ഉണ്ടെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയും ഒരു ടേം ആണ്, ഇതൊരു ടേം 1. ഓക്കെ, പിന്നെ ഒരു അഡിഷൻ സൈൻ ഉണ്ട്, ഇത് ഒറ്റയ്ക്ക് നിൽക്കുവാണ്, അത് ടേം 2. പിന്നെ ഇത് രണ്ടും കൂടെ എന്താണ്? ടേം ആണ്. അപ്പൊ മനസ്സിലല്ലേ ഞാൻ എങ്ങനെയാണ് ടേംസിനെ എഴുതിയതെന്ന്? അതായത് -2/3 ഇൻറ്റു 3/5 എന്താണ്? ഒരു ടേം ആണ്, അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. പിന്നെ പ്ലസ് മൈനസ്. സോ അഡീഷനും സബ്ട്രാക്ഷനും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ടേംസിനെ നമ്മൾ വേർതിരിച്ച് കാണുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, 3 ടേംസ് ഉണ്ട്, ഇതൊരു ടേം, ഇതൊരു ടേം, ഇതൊരു ടേം. ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം ഈ ടേമിനെ നമുക്ക് ഈ T2നെയും T3നെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം അല്ലെ? അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ടേമിൽ ഒരു 3/5 ഉണ്ട്. എന്താ നോക്കിയേ, ഈ ടേമിൽ ഒരു 3/5 ഉണ്ട്, ഈ ടൈമിൽ എന്തുണ്ട്? ഒരു 3/5 ഉണ്ട്. സോ അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കിട്ടാനായിട്ട് ഈ T3നെ ഞാൻ ഇപ്പുറത്ത് എഴുതും, ഈ T2നെ അപ്പുറത്ത് എഴുതും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതും. അപ്പൊ നമുക്കറിയാലോ, എന്താ A+B B+A എന്ന് എഴുതുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ലെ? അപ്പൊ അതനുസരിച്ച് ഇതിനെ ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ 5/3 ഈ T1നോട് അടുത്ത് വരും. അപ്പൊ ശ്രദ്ധിക്കുക, അതാ നോക്കിക്കേ, -2/3 ഇൻറ്റു 3/5. ഈ ടേം ഫുള്ളും ആണ് വരുന്നത്. ശ്രദ്ധിക്കുക, എടുത്തോണ്ട് വരുമ്പോ സൈൻ മാറ്റരുത്. ഇതിന്റെ സൈൻ എന്താണ്? -3/5 ഇൻറ്റു 1/6. സോ -3/5 ഇൻറ്റു 1/6 വേണം എടുത്തോണ്ട് വരാൻ. ഓക്കെ, ഇതിനെ ഫുൾ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അത് +5/2 ആണ്, അത് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +5/2 തന്നെ. ഓക്കെ, അങ്ങനെ ഈ ടേംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി ഞാൻ. ഇപ്പൊ ഇതെന്തായി? T1, ഈ T3 ഇപ്പുറത്ത് വന്നു, ഇതെന്തായി? T2. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, T1 T2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. സോ അപ്പൊ ഇങ്ങനെ ഈ ടേംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയതുകൊണ്ട് ഇവിടെ ഞാനൊരു പ്രോപ്പർട്ടി പറയുവാണ്. എന്തെഴുതണം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇത് എഴുതണം. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് എന്ന്. അപ്പൊ അത് നമ്മൾ എഴുതണം. അപ്പൊ ആലോചിക്കുക, എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? ടേംസിനെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് എന്തോന്ന്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അത് മറന്നു പോരുത്. ഓക്കെ, ഇനി ഒരു പ്രോപ്പർട്ടി കൊണ്ട് വരാനുണ്ട്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ടേമിൽ എന്തുണ്ട്? 3/5. ഈ ടേമിൽ എന്തുണ്ട്? 3/5. 3/5 ഞാൻ കോമൺ എടുക്കുവാണ്. ഈ രണ്ട് ടേംസിൽ നിന്ന് 3/5 കോമൺ എടുക്കുവാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മൈനസ് ഉണ്ട് 2/3 അല്ല 3/5. ഒരു മൈനസും ഉണ്ട് 3/5 ഉണ്ട്, ഇപ്പുറത്ത് ഒരു മൈനസും ഉണ്ട് 3/5 ഉണ്ട്. അപ്പൊ ഇത് രണ്ടിൽ നിന്ന് നമുക്ക് 3/5 മാത്രമല്ല -3/5 പുറത്തെടുക്കാം. സോ -3/5 പുറത്തെടുക്കാണ്. ശ്രദ്ധിക്കുക, ഈ ഒരു ടേം 1ൽ നിന്നും -3/5 പോയാൽ വെറും +2/3 ആണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫുൾ ടേമിൽ നിന്ന് -3/5 പുറത്തെടുത്താൽ 2/3 മൈനസ് പുറത്തു പോയി. ഇനി ഈ ടേം 3ൽ നിന്ന്, ഈ ടേമിൽ നിന്നും -3/5 പോയാൽ പിന്നെ ഈ മൈനസും പോയി 3/5 പോയി. അപ്പൊ അവിടെ +1/6 ആവും. അത് ഇടാൻ മറക്കരുത്. ഓക്കെ, സോ ഇത്ര ഓർത്താൽ മതി. ഏതെങ്കിലും 2 ടേംസിൽ നിന്ന് നമ്മൾ എപ്പോഴെങ്കിലും മൈനസ് പുറത്തെടുക്കുവാണെങ്കിൽ ഇപ്പോ എന്താണോ അതിന്റെ സൈൻ, അത് സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. ഇതിന്റെ സൈൻ മൈനസ് ആയിരുന്നു, ഇപ്പൊ എന്തായി? പോസിറ്റീവ് ആയി. ഇതിന്റെ സൈൻ മൈനസ് ആയിരുന്നു, ഇപ്പൊ എന്തായി? പോസിറ്റീവ് ആയി. ഓക്കെ, -3/5 പുറത്തെടുത്തു, +5/2 ഞാൻ അവിടെ തന്നെ ഇട്ടു, ഈ 5/2 ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ ഔട്ട്സൈഡ് എടുത്തു അല്ലെ? അപ്പൊ ഇത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ മുന്നേ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. A ഇൻറ്റു B+C = AB + AC എന്ന്. അതായത് A ഇൻറ്റു B+C, എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് എനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കോമൺ ആയിട്ടുള്ളതിൽ നിന്നാണ് ഒരു എനെ നമ്മളിവിടെ പുറത്തെടുത്തേക്കുന്നത്.
എ ബിയിലും എ ഉണ്ട്, എ സിയിലും എ ഉണ്ട്. അവിടുന്ന് രണ്ടെന്നാണ് എ പുറത്തെടുത്തത്. അങ്ങനെ എഴുതുന്ന ഈ പ്രോപ്പർട്ടിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ എന്ത് അഡീഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഓക്കെ, സോ അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ് ഇവിടുന്ന് രണ്ടെന്നും കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, പുറത്തെടുത്തു. ഇനി ഇൻ കേസ് ഇത് അകത്തോട്ട് കയറുവാണെങ്കിലും ഇതിന് രണ്ടിനെ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഈ ഒരു കേസിൽ ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പൊ ഇത് രണ്ടും എഴുതാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അതാണ് ഇവിടുത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പം ശ്രദ്ധിക്കുക, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തരൂ, ടേംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എ പ്ലസ് ബി ഈസിക്കൽ ടു ബി പ്ലസ് എ. ഓക്കെ, എ ഇൻറ്റു ബി പ്ലസ് സി ഈസിക്കൽ ടു എ ബി പ്ലസ് എ സി. അല്ലെങ്കിൽ തിരിച്ചും പറയാം, എ ബി പ്ലസ് എ സി ആയിട്ടുള്ളതിൽ നിന്നും എനെ ഔട്ട്സൈഡ് എടുത്തിട്ട് എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് എഴുതുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെയല്ലേ ഇവിടെ കോമൺ ആയിട്ടുള്ള -3/5 പുറത്തെടുത്ത് എഴുതി. ഇതെന്താണ് എ, നമുക്കിങ്ങനെ എഴുതിക്കൂടെ, ഇതാ എ ഇൻറ്റു ബി പ്ലസ് സി ഫോമിലായില്ലേ. ഇത് എ, ഇത് ബി, ഇത് സി, സോറി ഇത് എ, ഇത് ബി, ഇത് സി, അങ്ങനെ ഒരു ഫോമിലേക്ക് നമ്മൾ വന്നില്ലേ. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടി മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ശ്രദ്ധിച്ചേ. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് കാൽക്കുലേഷൻ ചെയ്യാം. സോ -3/5 അവിടെ ഇട്ടു. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ ഡിനോമിനേറ്റർ 6, ഇവിടെ ഡിനോമിനേറ്റർ എത്ര 3. അപ്പോ ഇതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ. കാര്യം 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ഈ സെയിം ആവും. സോ 2 കൊണ്ട് മുകളിലും താഴെ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, 2/3 അങ്ങ് ഒരു സ്റ്റെപ്പ് അങ്ങ് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. 6 പ്ലസ് എത്ര 5/2. ഇവിടെ പ്രോപ്പർട്ടി ഒന്നും എഴുതൊന്നും വേണ്ട. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒന്നുകൂടെ എഴുതുവാണ്. ഇതാ നോക്കിക്കേ, -3/5 നോക്കാം. ഇതെന്ത് വരും, 2 × 2 4, താഴെ എന്ത് വരും 6 വരും. അപ്പൊ ഡിനോമിനേറ്റർ 6 ഈക്വൽ ആയി. അപ്പം 4/6 പ്ലസ് 1/6 പ്ലസ് 5/2. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇവിടെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി -3/5 ഇൻറ്റു നോക്കേ, ഇത് ഡിനോമിനേറ്റർ ഈക്വൽ. അപ്പം 4 + 1 എത്ര 5/6 എന്ന് എഴുതാം. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഈ 5ഉം ഈ 5ഉം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. രണ്ട് 5നെയും ക്യാൻസൽ ചെയ്യാം. ഈ 6നെയും ഈ 3നെയും ഇവിടെ ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ എത്ര 1. സോ -1. സോ നമുക്ക് -1/2 പ്ലസ് എത്ര 5/2 എന്ന് വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഈ 5ഉം 5ഉം ക്യാൻസൽ ആയിപ്പോയി. 3യും 6നെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ താഴെ 2, മുകളിൽ -1. സോ -1/2 എന്നേ വരത്തുള്ളൂ. ബാക്കിയെല്ലാം കട്ടായി പോയി. സോ -1/2 പ്ലസ് 5/2. അപ്പൊ ഇവിടെ നോക്കണം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, -1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, -1 + 5 ഹോൾ ഡിവൈഡ് ബൈ 2. -1ഉം 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സൈൻ ഉള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വന്നാൽ ലാർജിൽ നിന്ന് സ്മോൾ കുറച്ചിട്ട് ലാർജിന്റെ സൈൻ. ഇവിടെ ഏതാണ് ലാർജ്, 5. 5ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 4. ലാർജിന്റെ സൈൻ പോസിറ്റീവ്, 5ന്റെ സൈൻ പോസിറ്റീവ് ആയിരുന്നു. സോ 4/2 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 4/2 = 2. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതിന്റെ സെയിം ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് യൂസിങ് അപ്രോപ്രിയേറ്റീവ് പ്രോപ്പർട്ടീസിനകത്ത്. അതായത് എക്സൈസ് 1.1 മെയിൻ ക്വസ്റ്റ്യൻ 1 സബ് ക്വസ്റ്റ്യൻ 2 കൊടുത്തിട്ടുണ്ട്. സെയിം കാറ്റഗറി തന്നെയാണ്. ഈ രണ്ട് പ്രോപ്പർട്ടി വെച്ച് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പാർട്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഈ ചാപ്റ്റർ തീർന്നതിന് ശേഷം ഞാൻ ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും അതൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഇത് ചെയ്തതിനു ശേഷം അതങ്ങ് ചെയ്തുകൊണ്ട് പൊക്കോളുക. ടെക്സ്റ്റിന് ബാക്കിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടല്ലോ ചെക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. യൂസിങ് അപ്രോപ്രിയേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ളതായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി, എന്നിട്ട് ടേം 1, ടേം 2, ടേം 3 എന്ന് പറഞ്ഞ് എഴുതി. പ്ലസും മൈനസും കൊണ്ട് വേർതിരിക്കുന്നതാണ് എന്ത്, ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ടേമിൽ 3/5ഉം ഈ ടേമിലും 3/5 ഉള്ളത് കൊണ്ട് ടേംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് T3നെ ഇപ്പുറത്തും T2നെ അപ്പുറത്തും എഴുതി. അങ്ങനെ അറേഞ്ച് ചെയ്തതിനെ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇത് എഴുതാൻ മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അതിനുശേഷം ഇവിടെ 3/5 അല്ല -3/5 ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. അതുകൊണ്ട് -3/5 ഔട്ട്സൈഡ് എടുക്കും. -3/5 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത്
എപ്പോഴാണോ മൈനസ് ഔട്ട്സൈഡ് എടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ടേംസിന്റെ സൈൻ എന്ത് ചെയ്യും, മാറും. ഇവിടെ മൈനസ് ആയിരുന്നു, അത് പോയപ്പോ എന്തായി പ്ലസ് ആയി. ഇവിടെ മൈനസ് ആയിരുന്നു, അത് പോയപ്പോ എന്തായി പ്ലസ് ആയി. പിന്നെ ചെയ്യാനുള്ളത് ഈ കാൽക്കുലേഷൻ ചെയ്യണം ഈ ബ്രാക്കറ്റിനകത്തുള്ള. അപ്പൊ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഡിനോമിനേറ്റർ 6ഉം ഇവിടെ ഡിനോമിനേറ്റർ എത്ര 3ഉം ആണ്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കിയിട്ട് നമുക്ക് പിന്നെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഈ 3നെ 6 ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 4/6 എന്ന് കിട്ടും. 4 പ്ലസ് 1/6 എന്ന് എഴുതാം, കാരണം ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. 5/6 എന്ന് എഴുതും. അടുത്ത സ്റ്റെപ്പിൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ ബ്രാക്കറ്റ് മീൻസ് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ 3/5 ഇൻറ്റു എന്നാണ് ഇതിന്റെ അർത്ഥം. സോ അതുകൊണ്ട് തന്നെ ഈ 5നെ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്ത് കളയുന്നു. 6നെ -3നെ കട്ട് ചെയ്യുന്നു. -1/2 പ്ലസ് 5/2, ആൻസർ 4/2. ആൻസർ എന്ത് വരും, 2 വരും. അപ്പൊ വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സോ സെയിം എക്സസൈസിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ ദാറ്റ് -(-x) is equal to x. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടാലും നോക്കാം നമുക്ക് -(-x) തന്നെ വരുന്നോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നോക്കി, ഇതാണ് എക്സ്. നമുക്ക് എന്താണ് വേണ്ടത്, -(-x). അപ്പൊ എക്സ് കിട്ടി, നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡ് -(-x) എന്താന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -(-x) എന്ന് പറയുമ്പോൾ മൈനസ് ഇട്ടു, ബ്രാക്കറ്റ് എഴുതി, അടുത്ത മൈനസ് ഇട്ടു. ഈ എക്സ് എന്തിടാം, 11/15 ഇടാം. ഓക്കെ, ഈ മൈനസ് കൂടെ എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. അപ്പൊ എന്ത് വരും, 11/15 വരും. അത് തന്നെയല്ലേ എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. സോ -(-x) എന്ത് തന്നെ കിട്ടി, എക്സ് തന്നെ കിട്ടി. അപ്പൊ ജസ്റ്റ് ഒന്ന് ഈ ഒരു വേരിയബിളിന്റെ വാല്യൂ ഇട്ടൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി, പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് വളരെ ഈസിയാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. എക്സിന്റെ വാല്യൂ ഉണ്ടായിരുന്നു. -(-x) കണ്ടുപിടിച്ച് നോക്കണം. അത് എന്ത് തന്നെ വരും, നമുക്ക് തന്നിരിക്കുന്ന എക്സ് തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. അതായത് നമ്മൾ ഇവിടെ എക്സ് ഉണ്ട്, -(-x) ചെയ്യുമ്പോൾ ഇവിടെ ഈ എക്സിന് ഓൾറെഡി ഒരു എന്തുണ്ട്, മൈനസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. മൈനസ് ഇടുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതിനുശേഷം ഒരു മൈനസ് ഇടുക, എന്നിട്ട് എന്തിടുക, എക്സ് ഇടുക. ഓക്കെ, ഓൾറെഡി മൈനസ് ഉള്ളതാണ് ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ തരുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ എക്സിന് എന്ത് കൊടുക്കാം, -13/17 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ മൈനസും ഈ രണ്ട് മൈനസുകളും കൂടെ അതാ നോക്കുക, ഈ രണ്ട് മൈനസുകളും കൂടെ എന്തായി പോവും, പ്ലസ് ആയി പോവും. സോ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എന്ത് വരും, -13/7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. സോ -(-x) ചെയ്തു വന്നപ്പോ എന്ത് തന്നെ കിട്ടി, എക്സ് തന്നെ കിട്ടി. സോ ഇത് വെരിഫൈഡ് ആയി. ഓക്കെ ആണല്ലോ. അപ്പോ ഓൾറെഡി പോസിറ്റീവ് തന്നാൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നെഗറ്റീവ് തരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു 2 ബ്രാക്കറ്റ് കൊടുത്ത് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ, എഴുതിയെടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണ്. 5th ക്വസ്റ്റ്യൻ. നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നതാണ് പറയാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. -4/5 into 1 is equal to 1 into -4/5 is equal to -4/5. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് a into 1 is equal to 1 into a is equal to എത്ര, a. അത് നമ്മൾ റോൾ ഓഫ് 1 എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു റാഷണൽ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ റാഷണൽ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് പ്രോപ്പർട്ടി എഴുതാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് എഴുതാം അല്ലെ. സോ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഏതാണ്, 1. സോ ഒരു റാഷണൽ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തിരിച്ച് ആ റാഷണൽ നമ്പർ തന്നെ കിട്ടും. സോ -4/5 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും -4/5 കിട്ടും. 1നെ -4/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും -4/5 കിട്ടും. സോ അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അതാണ് ടെക്സ്റ്റിൽ റോൾ ഓഫ് 1 എന്ന് പറഞ്ഞ ടോപ്പിക് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. നമുക്ക് ഒരു റാഷണൽ നമ്പർ നമ്മൾ നോക്കാം. ഒരു റാഷണൽ നമ്പർ a into b is equal to b into a.
ഓക്കെ, ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? ഓർഡർ ചേഞ്ച് ചെയ്തേക്കുന്നു അല്ലെ. -13/17 -2/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു ഇസിക്കൽ ടു, പിന്നെ ഈ -2/7 ആദ്യം എഴുതിയേക്കുന്നു, -13/7 ലാസ്റ്റ് പോയേക്കുന്നു. ശരിയല്ലേ? A × B ഇസിക്കൽ ടു B × A എന്നാണ് എഴുതിയേക്കുന്നത്. സോ അപ്പൊ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓർഡർ മാത്രം ചേഞ്ച് ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എന്തോന്ന്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അഡീഷൻ ഉണ്ട് ഇതുപോലെ. ഇനി അടുത്ത് നോക്കേ, -19/29 × 29/-19 ഇസിക്കൽ ടു 1. അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന ഒരു കേസാണ്. ഇപ്പൊ A × 1/A എന്ത് വരും? 1 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1/A-നെ എയുടെ എന്തെന്ന് പറയാം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. ഇപ്പൊ എത്ര ഉള്ളു ചുരുക്കം? രണ്ട് റാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 1 വന്നാൽ ആ ഓരോ നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. തിരിച്ചെന്താ നോക്കേ, A × B ഇസിക്കൽ ടു 1 ആണെങ്കിൽ എനെ ബിയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നും ബിനെ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നും ഒക്കെ പറയാം. സോ അപ്പൊ രണ്ട് നമ്പേഴ്സ് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ 1 കിട്ടും അല്ലെ. സോ ഇവിടെ നോക്കേ, എയുടെ റെസിപ്രോക്കൽ ആണ് 1/A. എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എന്ത് വന്നു? 1 വന്നു. സോ അപ്പൊ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെ. സോ ഒരു റാഷണൽ നമ്പറിന്റെ റെസിപ്രോക്കൽ, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ അത് അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പറിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ ഇവിടെ എന്താണ് എഴുതേണ്ടത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ ആണല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാ, ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -19/29. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൈൻ ഒന്നും മാറ്റാതെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പം റാഷണൽ നമ്പറിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കിട്ടുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഒരു റാഷണൽ നമ്പർ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചേഞ്ച് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആൻസർ എന്ത് വന്നു? 1 വന്നു. സോ ഇവിടെ ഏത് പ്രോപ്പർട്ടി? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 6th ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്ലൈ 6/13 ബൈ ദ റെസിപ്രോക്കൽ ഓഫ് -7/16. അപ്പൊ മൾട്ടിപ്ലൈ 6/13 ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. 6/13 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റെസിപ്രോക്കൽ ഓഫ് -7/16 കൊണ്ട്. സോ റെസിപ്രോക്കൽ ഓഫ് -7/16. ശരിയല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചുരുക്കി എഴുതി. അതായത് 6/13 റെസിപ്രോക്കൽ ഓഫ് -7/16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 6/13 അങ്ങനെ എഴുതി ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് -7/6 എന്ന് വെച്ചാൽ ഒന്നുമില്ല, -16/7 എന്നാ അതിന്റെ അർത്ഥം. റെസിപ്രോക്കൽ എടുക്കാൻ പറഞ്ഞാൽ എന്ത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. സോ ഇവിടുത്തെ ആൻസർ -96/-91 ഇത്രയേ ഉള്ളൂ. സോ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ എടുക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ, എഴുതിയെടുക്കുക. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ. ടെൽ വാട്ട് പ്രോപ്പർട്ടി അലൗസ് യു ടു കമ്പ്യൂട്ട്. ഇതിന് ഈ ഒരു കാൽക്കുലേഷനിൽ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? സോ നോക്കുക, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഞാനിപ്പോ സൈഡിലോട്ട് വേറൊരു പ്രോപ്പർട്ടി എഴുതാം. അത് നോക്കി, A × B × C. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, A × B × C ആസ് A × B × C. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം തെറ്റിപ്പോയത്, നമ്മൾ വേറൊരു പ്രോപ്പർട്ടിയും പഠിച്ചിട്ടുണ്ട്, A × B + C. ഇത് വേറെ. ഇത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അകത്ത് എന്താണ്? അഡീഷനാ. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാ, ഇതല്ല. ഓക്കെ ആവുന്നുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ അകത്ത് എന്തുവാ? അഡീഷൻ. ഇത് അങ്ങനെയല്ല, മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ആണ്. A × B × C = A × B × C. അപ്പൊ ഈ ഒരു ക്ലാസിന്റെ ഒക്കെ ആദ്യം ഞാനിത് പറഞ്ഞായിരുന്നു, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇത് വായിക്കുന്ന എങ്ങനെ? ഒന്നുമില്ല, 3 നമ്പേഴ്സ് നമ്മൾ എടുത്തു, അതിനെ മൾട്ടിപ്ലൈ എടുക്കുവാണ്. ലാസ്റ്റ് 2 ഗ്രൂപ്പ് ചെയ്തു,
അപ്പൊ ഇത് രണ്ടും പ്രോഡക്റ്റ് എടുത്തിട്ട് ഇത് ചെയ്യത്തുള്ളൂ. അപ്പം എ ഇൻറ്റു ബി ഇൻറ്റു സി ആസ്, പിന്നെ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്തു എ ഇൻറ്റു ബി ഇൻറ്റു സി. അപ്പം ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്, തെറ്റിപ്പോരുത്. അകത്ത് അഡീഷൻ ആണ് വന്നാൽ ഇതെന്തായി മാറും, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആവും. അപ്പൊ ഇതൊക്കെ ആ ഒരു സെയിം കേസിലാണ് ഇതും കിടക്കുന്നത്. നമ്മൾ 1/3 ഇൻറ്റു 6 ഇൻറ്റു 4/3. അപ്പം 3 ടേംസ് 1/3 6 4/3. ആദ്യം 6നെയും 4/3നെയും ഗ്രൂപ്പ് ചെയ്തിട്ട് 1/3 പുറത്തിട്ടിരിക്കുവാണ്. പിന്നെ എന്ത് ചെയ്തു, ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ 1/6നെയും 1/3നെ 6നെയും കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് 4/3നെ പുറത്തിട്ടേക്കും. ഇതെല്ലാം എന്ത് തന്നെയാണ്, സെയിം ആൻസർ തന്നെ. വേറെ ആണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പൊ 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 4. ഓക്കെ, 2 ഇൻറ്റു ഈ ബ്രാക്കറ്റുള്ള ആദ്യം ചെയ്യാം. 4 3 സാർ എത്ര, 12 ഈക്വൽ ടു ഇപ്പുറത്ത് എന്ത് വരും, 2 ഇൻറ്റു 3 6 ഇൻറ്റു 4 12 2 സാർ 24 ഈക്വൽ 6 4 സാർ എത്ര, 24. അപ്പോ ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ. നിങ്ങൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോണം. അപ്പം ഈ 8/9 ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 ആൻഡ് 1/8. അപ്പൊ ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മള് ഒരു ടേം നമുക്ക് തരുവാണ്, എന്താ ഫോർ എക്സാമ്പിൾ 5/2. ഓക്കെ, ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്ത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് വേറൊരു കളർ കൊണ്ട് എഴുതാം, എന്താണ് 2/5 ആണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 2 ക്യാൻസൽ ആകും, 5 5 ക്യാൻസൽ ആകും, എന്ത് വരും, 1 വരും. സോ അപ്പം ഒരു ടേമിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് ഇതെന്ന് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരണം, 1. ഇപ്പൊ വീണ്ടും പറയുവാണ്, രണ്ട് നമ്പേഴ്സ് ഒന്ന് മറ്റൊന്നിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ടോ നോക്കിയാൽ മതി, 1 വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ അതനുസരിച്ച് നോക്കുവാണെങ്കിൽ 8/9 എന്ന്, അപ്പൊ നമുക്ക് എഴുതാം. നോക്കേ, 8/9 is equal to multiplicative inverse of -1 and 1/8. ഓക്കെ, വീണ്ടും ഞാൻ എഴുതുവാണ്, 8/9 is equal to multiplicative inverse of, വീണ്ടും നമുക്ക് അത് എഴുതാം, multiplicative inverse of -1 and 1/8. എങ്ങനെയാ, 1 into 8 8 8 plus 1 എത്ര, 9 -9/8 എന്നാണ് വരുന്നത്. ഓക്കെ, 1 മിക്സഡ് മാറ്റി ഇംപ്രോപ്പർ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇനി വീണ്ടും നമുക്ക് 8/9 താഴോട്ട് ഇറക്കി is equal to മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -9/8 എന്ന് പറയുമ്പോൾ അതിന്റെ എന്ത് വരും, റെസിപ്രോക്കൽ വരും. എന്താ നോക്കി, ഇതിന്റെ റെസിപ്രോക്കൽ എന്താണ്, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ചേഞ്ച് ചെയ്യുമ്പോൾ -8/9 വരും. പക്ഷെ ഇവിടെ ഈക്വൽ ആണോ, അല്ല. കാരണം എന്താണ്, ഇവിടെ 8/9 ഇവിടെ -8/9 ഈ ഒരു മൈനസ് വന്നു. സോ 8/9 ഈസ് നോട്ട് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 ആൻഡ് 1/8 എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഒന്നുകിൽ ഇത് ഫോളോ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. 8/9 -1 ആൻഡ് 1/8ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. സോ 8/9 is equal to മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 ആൻഡ് 1/8 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -9/8. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് -9/8ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് -8/9 ആണ്. സോ എന്തല്ല, ഈക്വൽ. ഇനി വേറൊരു മാർഗം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഓർ ഇട്ടിട്ട് ചെയ്ത് നോക്കാം. 8/9 ഏത് -1 ആൻഡ് 1/8ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് രണ്ടും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ 8/9 ഇൻറ്റു -9/8 എല്ലാം കൂടെ ക്യാൻസൽ ആയപ്പോ -1 ആണ് വരുന്നത്. സോ ഇത് എന്തല്ല, നോട്ട് ഈക്വൽ ടു 1. Therefore ഇവിടെ എന്തല്ല, 8/9 ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 ആൻഡ് 1/8. സോ ഇത്രേ ഉള്ളൂ. രണ്ട് നമ്പേഴ്സ് വരും, എയും ബിയും. ചെക്ക് എ ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് ചോദിച്ചാൽ, ചെക്ക് എ ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ബി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇതാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചാൽ ഏതാണോ രണ്ട് നമ്പേഴ്സ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എ ഇൻറ്റു ബി ഇസിക്കൽ ടു 1 ആണെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ എന്ന് പറയാം, നോ എന്ന് പറയാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു രീതി ഫോളോ ചെയ്താൽ മതി, എഴുതിയെടുക്കുക.
ഓക്കെ, 9th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സെയിം തന്നെയാണ്. ഈ 0.3 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 and 1/3. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ചെയ്യുന്നത്? നമ്മൾ എ ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഇതൊന്ന് സൈഡിലോട്ട് ഒരു ബോക്സ് ആയിട്ട് വരച്ചിട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, സോ എന്താണ് 0.3 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 and 1/3 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 0.3 ഇൻറ്റു 3 and 1/3 ചെയ്ത് നോക്കാം. 0.3നെ 3/10 എന്ന് പറയാം അല്ലെ. ഡെസിമലിൽ മാറ്റാനായിട്ട് എന്ത് ചെയ്തു? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പോയിന്റ് മാറി, ഡിനോമിനേറ്ററിൽ 10 വന്നു. അതുകൊണ്ട് ഇതാ ഇവിടെ ശ്രദ്ധിക്കുക, 0.3നെ നമുക്ക് 0.3/1 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 3.3 into 10 3, 1 into 10 എത്ര? 3/10. ഇതൊക്കെ ബേസിക്സ് ആണ്. ഇൻറ്റു 3 and 1/3 എന്ന് പറയുമ്പോൾ 3 3s are 9 പ്ലസ് 1 എത്ര? 10/3. 10 10 ക്യാൻസൽ ആവും, 3 3 ക്യാൻസൽ ആയിപ്പോ ആൻസർ എന്ത് വന്നു? 3 അല്ല, സോറി, ആൻസർ വരുന്നത് എന്താണ്? 1 വന്നു. സോ ഇവിടെ 0.3 into 3 and 1/3 is equal to 1. Therefore, we can say that 0.3 is the MI എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 and 1/3. ഓക്കെ, വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 10th ക്വസ്റ്റ്യൻ ആണ്. The rational number that does not have a reciprocal. റാഷണൽ നമ്പർ അതിന് എന്തില്ല? റെസിപ്രോക്കൽ ഇല്ല. സോ അപ്പൊ ഏതാണ്? 0 ആണ് അതിന്റെ ആൻസർ. ആൻസർ ഈസ് 0. കാരണം എന്താന്ന് ചോദിച്ചാല് 0ക്ക് എന്തില്ല? റെസിപ്രോക്കൽ ഇല്ല. അതെന്താണ്? 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0/1 ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുവാണെങ്കിൽ 1/0 ആവെന്ന് പറയും. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ക്ലിയർ ആയോ? സോ ഇപ്പൊ റാഷണൽ നമ്പർ 0ക്ക് എന്തില്ല? റെസിപ്രോക്കൽ ഇല്ല. ബിക്കോസ് 0നെ നമുക്ക് 0/1 എന്ന് പറയാം. നോർമലി 0 എന്താണ്? 0/1 ആണ്. അപ്പോ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/0 വരും. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ആൻസർ 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ റാഷണൽ നമ്പേഴ്സ് ദാറ്റ് നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദെയർ റെസിപ്രോക്കൽസ്. ഇവിടെ നമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് ആർ ഈക്വൽ ടു ഇറ്റ്സ് റെസിപ്രോക്കൽസ്. അതായത് രണ്ട് റാഷണൽ നമ്പേഴ്സ് ഉണ്ട് നമുക്ക്. അതും അതിന്റെ റെസിപ്രോക്കൽസും അത് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം ആൻസേഴ്സ് ഇതാണ് 1 and -1. കാര്യം നമുക്കിവിടെ എഴുതാം. 1 അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ റെസിപ്രോക്കൽ 1 മീൻസ് 1/1. അതിന്റെ റെസിപ്രോക്കലും 1/1. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ? 1 തന്നെയാണ്. ഓക്കെ, ഇനി -1ന്റെ കേസ് എടുക്കുവാണെങ്കിൽ -1 മീൻസ് -1/1 എന്നാണ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു വരും 1/-1. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 തന്നെയാണ്. സോ ഈ രണ്ട് റാഷണൽ നമ്പറിന്റെ പ്രത്യേകത നോക്കുക, അതിന്റെ റെസിപ്രോക്കലും എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. അപ്പൊ ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ചോദിക്കുന്നതാണ്. ഒരു റാഷണൽ നമ്പർ റെസിപ്രോക്കൽ ഇല്ലാത്ത റാഷണൽ നമ്പർ 0, രണ്ട് റാഷണൽ നമ്പേഴ്സിന് റെസിപ്രോക്കൽ അത് തന്നെ കിട്ടുന്നത് 1ഉം -1ഉം. ഇനി റാഷണൽ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ്, അത് ഡിഫറെന്റ് ആണ്. ആൻസർ 0 തന്നെയാണ്. ആൻസർ 0 ആണ്. റാഷണൽ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ്, അതായത് 0 അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? -0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഒരു റാഷണൽ നമ്പറിന്റെ നെഗറ്റീവ് എടുത്താൽ ആ സെയിം നമ്പർ തന്നെ വരുന്ന ഏത് കേസിലേ ഉള്ളൂ? 0യുടെ കേസിലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ എക്സസൈസ് 1.1ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഓക്കെ, നമ്മളിത് നേരത്തെ പഠിച്ചത് തന്നെയാണ്. 0 ഹാസ് ഡാഷ് റെസിപ്രോക്കൽ. 0ക്ക് റെസിപ്രോക്കൽ ഉണ്ടോ? ഇല്ലെന്നായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് എന്ത് എഴുതാം? നോ റെസിപ്രോക്കൽ. ദ നമ്പേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദെയർ ഓൺ റെസിപ്രോക്കൽസ്. നേരത്തെ അങ്ങോട്ട് പഠിച്ചുള്ളൂ. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ റെസിപ്രോക്കൽസ് അത് തന്നെയാണ്. സോ ദ നമ്പേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദെയർ ഓൺ റെസിപ്രോക്കൽസ്. സോ ഏതൊക്കെയാണ്? 1ഉം -1ഉം. The reciprocal of -5. -5ന്റെ റെസിപ്രോക്കൽ. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് സൈഡിലോട്ട് എഴുതാം. -5 എന്ന് പറഞ്ഞാൽ എന്താണ്?
-5/1 ആണ്. അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് 1/5 എന്നുള്ളതാണ്. ഓക്കെ, ഈക്വൽ ടു ഇടരുത് 1/5. അപ്പൊ ഇവിടെ എന്ത് എഴുതാം നമുക്ക് ആൻസർ? -5ന്റെ റെസിപ്രോക്കൽ -1/5 ഇടാം. ഓക്കെ, റെസിപ്രോക്കൽ ഓഫ് 1/x. സോ 1/x ന്റെ റെസിപ്രോക്കൽ ആകുമ്പോൾ x/1 എന്ന് പറഞ്ഞാൽ തിരിച്ചു വരണം. x/1 മീൻസ് എന്തുവാ? x ആണ്. ക്ലിയർ ആയല്ലോ? സോ നോക്കാം, 1/x ന്റെ റെസിപ്രോക്കൽ x/1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? x കൊടുക്കാം. പ്രൊഡക്റ്റ് ഓഫ് ടു റാഷണൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ്, നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് റാഷണൽ നമ്പേഴ്സ് ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. റാഷണൽ നമ്പേഴ്സ് രണ്ടെണ്ണം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എഗെയിൻ എന്തേ കിട്ടത്തുള്ളൂ? റാഷണൽ നമ്പറേ കിട്ടത്തുള്ളൂ. ഓൾവേസ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ. ഓക്കെ, അടുത്ത റെസിപ്രോക്കൽ ഓഫ് എ പോസിറ്റീവ് നമ്പർ ഈസ്, ഒരു നമ്പർ പോസിറ്റീവ് നമ്പറിന്റെ റെസിപ്രോക്കൽ, പോസിറ്റീവ് നമ്പർ എടുക്കാം. ഏതാണ്? അത് നോക്കിക്കേ, 5. അതിന്റെ റെസിപ്രോക്കൽ 1/5 പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. റെസിപ്രോക്കൽ ഓഫ് എ പോസിറ്റീവ് നമ്പർ ഈസ് എന്താണ്? പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് നിർത്തിയേക്കുന്ന എക്സസൈസ് 1.1-ലെ 11th ക്വസ്റ്റൻ ആണ്. അതായത് എക്സസൈസിലെ എല്ലാ ക്വസ്റ്റൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ പാർട്ട് 5 ആയിരിക്കും. ആ പാർട്ട് 5-ൽ നമ്മൾ എക്സസൈസ് 1.2 ഫുള്ളും ചെയ്യുന്നതായിരിക്കും. എന്നിട്ടാൽ തന്നെയും എക്സസൈസ് 1.1-ലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം 3-4 തവണ ചെയ്ത് പഠിക്കുക. അതിനുശേഷം എനിക്ക് അയച്ചു തരിക. അപ്പോൾ താങ്ക് യു.